പഴയ സിനിമ എടുത്ത ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് പിന്നെ പുതിയ സിനിമ എടുത്തൊക്കെ വെച്ചു. അത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് കണ്ടിട്ട്? രസം കിട്ടാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ലല്ലോ. അതാണ് നമ്മുടെ ഉത്തരവാദിത്വം അതാണ്. രസകരമായിട്ട് പറയണം, നല്ല നിങ്ങൾ എൻജോയ് ചെയ്യത്തുള്ളൂ. വീട്ടിൽ പോയിട്ട് ആലോചിക്കും കാര്യമായിട്ടുള്ള പൊളിറ്റിക്സ് ആണോ അല്ലേ. പിന്നെ അടുത്ത് അറിയില്ല, ഞാൻ കണ്ടു, ഞാൻ ചിരിച്ചപ്പോൾ ബാക്കിയുള്ളവർ ചിരി ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഞാനാണെങ്കിൽ നിർത്താതെ ചിരിക്കുമായിരുന്നു, നോൺ സ്റ്റോപ്പ് ചിരിയായിരുന്നു ഞാൻ. പിന്നെ അടുത്തത് എന്റെയോ ചിത്രയുടെയോ? ചിത്ര കൊള്ളാം, ഓക്കെ, ജസ്റ്റ് എബോവ് ആവറേജ്. അടുത്ത് കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇത്രയുള്ളോ? ഇതിനാണോ 10-15 ക്യാമറയും കൊണ്ട് വന്നത്? എത്ര വേണമെങ്കിൽ തരാം, നിങ്ങൾ ഹിറ്റാക്കി തന്നാൽ മതി. എത്ര സ്പിൻ ഓഫ് വേണമെങ്കിൽ ഉണ്ടാക്കി തരാം, ഒന്ന് ഹിറ്റാക്കി തരാം. പിന്നെ ഓൾറെഡി യൂണിവേഴ്സ് ആണല്ലേ. കഴിഞ്ഞ വേറെ പുതിയൊന്നും കൊണ്ടാ ആർക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാറുണ്ടോ? ആർക്കെങ്കിലും ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞില്ലേ? ഓക്കെ. എന്താ പറയുക, അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ അറിയുന്നില്ലല്ലോ എങ്ങനെയാണെന്ന്. ഭയങ്കരമായിട്ട് വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട്. ഒന്നും ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് രതീഷ് ഏട്ടൻ പറഞ്ഞത് ഇങ്ങനെ അപ്പോഴും ഇതായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കണ്ടിറങ്ങി വരുന്ന അതേ ഫീൽ തന്നെയായിരുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷം. എനിക്ക് പറയാൻ അറിയുന്നില്ല ഇതിൽ കൂടുതൽ എങ്ങനെയാ വേർഡ്സ് കൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഭയങ്കര നന്നായിട്ടുണ്ട്. രതീഷേട്ടൻ്റെ എല്ലാം നല്ല ഇത് കാണാനുണ്ട്. രതീഷേട്ടൻ്റെ എല്ലാ സംതിങ്, ഐ മീൻ എന്താണ് ആൾ ഉദ്ദേശിച്ചതെന്നുള്ള ഇത് കാണാനുണ്ട്. ഞാൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷം എന്നെ അങ്ങനെ കാണാൻ പറ്റിയതിൽ. തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി? കമ്പാരിസൺ അത് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയനാണ് പറയേണ്ടത്. താങ്ക് യു. എല്ലാവരും ഉണ്ടായി, ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് വന്നത്. ഇതൊക്കെ ത്രില്ല്. ഇതിന്റെ എഡിറ്റർ ഞങ്ങളുടെ മോനെ ആകാശ് തോമസ്. വളരെ അഭിമാനം തോന്നി. സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകർ എല്ലാവരും വന്ന് കണ്ട് എല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഒരു ഹീറോയിനാണെങ്കിലും പുതിയവരൊക്കെ അല്ലേ, അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കണം. എല്ലാവരും കണ്ട് അഭിനന്ദിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ സന്തോഷവതിയാണ്. അതെ. ഒന്നുകൂടെ കാണാൻ തോന്നും, ഒന്നുകൂടെ കണ്ട് ഒന്നുകൂടെ മനസ്സിലാക്കാം. സെക്കൻഡ് ടൈം വാച്ച് ശരിക്കും മനസ്സിലാവും. അടിപൊളി സിനിമ, മസ്റ്റ് വാച്ച്. അവസാനം വരെ നമ്മൾ എത്രത്തോളം പിടിച്ചിരുത്താൻ ഒരു എന്റർടൈനിങ് ആണ്, ആൾക്കാരെ ചിന്തിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഭാഗം മൂവിയിലുണ്ട്. നാടകത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെയാണ് നടക്കണേന്നുള്ളത് എല്ലാം നന്നായിട്ട് കാണിക്കുന്ന ഒരു മൂവിയാണ്. എന്നത്താം കേസ് കൂടെ എൻ്റെ സ്പിൻ ഓഫ് ആണല്ലോ, അപ്പോൾ അതിനെ ബേസ് ചെയ്ത് എന്തെങ്കിലും കാര്യം സിനിമയിൽ ഉണ്ടോ? അതില് ഒരു കറങ്ങി വരുന്ന ഒരു കാര്യം അതിലുണ്ട്. അത് നമ്മൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അതുമായിട്ട് കണക്റ്റഡ് ആണ്. ഒരു ചെറിയൊരു കണക്ഷൻ അതിൽ വരുന്നുണ്ട്. അപ്പൊ അത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ക്ലൈമാക്സ് ആണെങ്കിലും ഒരു പഴയ കാലത്തെ കോളേജ് പ്രണയവും എല്ലാം നന്നായിട്ട് ഈ മൂവിയിൽ ശരിക്കും എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും മസ്റ്റ് വാച്ച്. നല്ല പടമാണ്, അടിപൊളി പടമാണ്. അത് അത്രത്തോളം നമ്മൾ അവസാനം വരെ പിടിച്ചെടുക്കുന്ന രീതിയിലോ? തീർച്ചയായും. പിന്നെ എല്ലാം കൊണ്ടു, ആർട്ട്, സംഗീതം എല്ലാം ഗംഭീരമായിട്ടുണ്ട്. എന്നത്താം കേസ് കൂടെ ഒരു ഇമ്പാക്ട് ഉണ്ടാവും. നിങ്ങൾ കണ്ടോ? പെട്ടെന്ന് കാണും. ഓക്കെ.